മരണവാസം അടിപൊളി പടം. ശിവപ്രസാദ് എന്ന ഡയറക്ടർ നന്നായിട്ട് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കഥ സിജു സണ്ണിനാണ്, നമ്മുടെ വാഴയിൽ അഭിനയിച്ച ഒരു മെയിൻ കഥാപാത്രം. എല്ലാം സിജുവും സണ്ണിയും പിന്നെ സുരേഷ് കൃഷ്ണയും ബേസിലൊക്കെ ഒരു പ്രത്യേക പെർഫോമൻസാണ്. സിനിമ ടോട്ടലി ഫാമിലി ആയിട്ട് കുട്ടികളായിട്ട് വന്ന് കാണാൻ പറ്റിയ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന കഥ. നമ്മളൊരു സീരിയൽ കില്ലറിൻ്റെ കഥയാണ്. അത് നല്ലൊരു വ്യത്യസ്ത രീതിയിൽ എടുത്തേക്കുന്ന ഒരു സിനിമയാണ്. എന്താണ്? അതെ അതെ, നമ്മൾ ഇപ്പം എല്ലാം കൊണ്ടും ഒരു സിനിമ ആസ്വദിക്കാൻ പറ്റിയ എല്ലാ ചേരുവകളും ഈ സിനിമയിലുണ്ട്. സിനിമ കുഴപ്പമില്ല, നമുക്കറിയാലോ ബേസിൽ ചേട്ടൻ്റെ പടങ്ങളൊക്കെ ആൾക്കാർക്ക് ഇഷ്ടമല്ലോ, കണ്ടിരിക്കാൻ പറ്റുന്ന സാധാരണ സിനിമ ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. വിഷയമൊക്കെ അല്ലേ, ഇതിലും ടിക്കറ്റ് നഷ്ടപ്പെടില്ല എന്ന് വിചാരിക്കണം. മിനിമം ഗ്യാരണ്ടി ഉണ്ടാവും എന്തായാലും. അതായത് ഈ ഇങ്ങനത്തെ പടങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിൽ ചേട്ടനെ ഇഷ്ടപ്പെടുന്ന ആരാധകരുടെ അവരുടെ പ്രതീക്ഷ ഉണ്ട്. ആ പ്രതീക്ഷകൾക്ക് എന്തായാലും നഷ്ടം വരില്ല. സിനിമേൻ്റെ കൂടുതൽ നമ്മൾ അതിൻ്റെ കണ്ടന്റിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ കാണുന്ന പ്രേക്ഷകർക്ക് അതിൻ്റെ ഒരു മൂഡ് നഷ്ടപ്പെടുമല്ലോ. അപ്പം അതിനെക്കാട്ടിയൊക്കെ നല്ല സാധനം ഒരു എൻ്റർടൈനറാണ്. പിന്നെ ആൾക്ക് ഈ പറഞ്ഞ പോലെ മിനിമം ഗ്യാരണ്ടിയാണ്. ഇപ്പോഴത്തെ ഒരു നടന്മാരിൽ വെച്ചിട്ട് കുറേ നടന്മാരുണ്ടല്ലോ, ഈ പറഞ്ഞ വിഷുവിന് ഓണത്തിനൊക്കെ റിലീസ് ചെയ്യണ ഒരുപാട് നടന്മാരിൽ വെച്ചിട്ട് ഒരു ഗ്യാരണ്ടിയുള്ള നടനാണ്. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ സിനിമ. കാരണം കുട്ടികൾ ഇപ്പോൾ വെക്കേഷനൊക്കെ അല്ലേ, പിള്ളേരെ കാണിക്കാൻ പറ്റിയൊരു സിനിമ തന്നെയാണ് പറഞ്ഞത്. എന്തോ വയലൻസ് ഒക്കെ അധികം ഇല്ല, അങ്ങനെ ഓവറായിട്ടൊന്നും ഇതിൽ വയലൻസ് ഒന്നും അങ്ങനെ കാണിച്ചത്. കുടുംബ പ്രേക്ഷകർക്കും ധൈര്യപൂർവ്വം അത് കാണാം. വയലൻസ് ഒന്നും അങ്ങനെ ഇല്ല. നമ്മൾ മുൻ ചിത്രങ്ങളൊക്കെ ഇറങ്ങിയ പോലെ നമുക്ക് പിള്ളേരെ കാണിക്കാൻ പറ്റാത്ത സീൻ അതേപോലെയുള്ളതൊന്നുമില്ല. അത് അത്യാവശ്യം ഇതിന് ആവശ്യത്തിന് ഉള്ള ഇതായിട്ട് ആ സീനൊക്കെ എടുത്തിട്ടുണ്ട്. ബേസിൽ സൂപ്പറായിട്ടുണ്ട്. അതായത് അദ്ദേഹം അഭിനയം നിർത്താൻ പോകുന്ന ഒരു വാർത്ത കേട്ട് അദ്ദേഹത്തിൻ്റെ ബ്രേക്ക്, കാരണം വേറെ ചിത്രത്തിൻ്റെ സെക്കൻഡ് എടുക്കാൻ പോകണ്ടല്ലോ. ഏതായാലും ബേസിൽ തകർത്ത് അഭിനയിച്ചിട്ടുണ്ട്. കാരണം ഇപ്പോഴുള്ള ഒരു ചെറുപ്പക്കാർ പിള്ളേരെയൊക്കെ എന്താ പറയണ്ടത്, ഇപ്പോൾ ഈ മയക്കുമരുന്നിൻ്റെയൊക്കെ ഒരു ഇതില്ലേ, അതേപോലെയുള്ളൊരു വ്യത്യസ്തമായിട്ടൊരു കഥാപാത്രം ഉണ്ടായാലും ബേസിൻ്റെ പെർഫോമൻസ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. ബേസ് ടോട്ടലി അദ്ദേഹം ഡയറക്ടറാണെങ്കിലും ആ കഥാപാത്രം അഭിനയിക്കുമ്പോൾ അദ്ദേഹം ഡയറക്ടർ ഈ പടത്തിൽ ഏത് പടത്തിൽ അഭിനയിക്കുന്ന ആ ഡയറക്ടറിൻ്റെ അനുസരിച്ച് അദ്ദേഹത്തിൻ്റെ രീതിയിലല്ല, ആ ഡയറക്ടറിൻ്റെ രീതിയിൽ തന്നെ അദ്ദേഹം അവതരിപ്പിക്കുന്നുണ്ട്. അതിൽ അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജിനൊക്കെ പറ്റിയൊരു കഥാപാത്രം. പിന്നെ ഇതിൽ നായിക അദ്ദേഹത്തിന് പറ്റിയൊരു നായിക തന്നെയാണ് കാര്യം ഇണക്കി കൊടുത്തേക്കുന്നത്. കാരണം അത് വേറെ ഒന്നല്ല, ആ നായിക ബേസിലായിട്ടുള്ള കോമ്പിനേഷൻ ഉണ്ടല്ലോ, നന്നായിട്ട് വർക്കൗട്ടായിരുന്നു. ഇതുവരെ ഈ പടം കണ്ടിട്ട് പ്രേക്ഷകരെ നമ്മൾ റിവ്യൂ ഒക്കെ നമ്മൾ കേൾക്കാറുണ്ടല്ലോ, ആരും പറഞ്ഞിട്ടില്ല ബേസിൽ ചേട്ടൻ്റെ പടം കണ്ടിട്ട് കാശ് പോയി എന്ന് പറഞ്ഞിട്ട് കേട്ടിട്ടില്ല. വലിയ താരങ്ങളുടെ പടങ്ങൾ കണ്ടിട്ട് പോലും വെറുതെ നേരം പോയി എന്ന് പറഞ്ഞാൽ ആ സമയത്താണ് ബേസിലിൻ്റെ പടം കണ്ടിട്ട് അയ്യോ അതൊരു വാല്യൂ തന്നെ ആയി എന്ന് പറയണത്. അത് അങ്ങനെ വെച്ച് പറയുകയാണെങ്കിൽ ആ നടൻ്റെ ഒരു വിജയം തന്നെയാണത്. കുറഞ്ഞ കാലം കൊണ്ട് ഇത്രയും ജനങ്ങളുടെ മനസ്സിലെ ആൾക്കൊരു സ്ഥാനവും ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള ആൾക്കാർക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. അത് വലിയൊരു അംഗീകാരം തന്നെയല്ലോ. തീർച്ചയായിട്ടും ഫാമിലിയാണ് വന്ന് പടം കാണുന്നത്. അപ്പോൾ ഒരു സിനിമ വിജയിക്കുക പറയുന്നത് ഫാമിലിയാണ്, സിംഗിളായിട്ട് വന്ന് കാണണമല്ല. ഒരു ഫാമിലി, ഒരു ഭർത്താവ്, ഒരു ഭാര്യ, 2 മക്കൾ ആ പടം കണ്ടിട്ട് അവർക്ക് എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമാണെങ്കിൽ അത് തന്നെയാണ് ആ സിനിമയുടെ വിജയം എന്ന് പറയുന്നത്.